തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനത്തെ ബഹിഷ്കരിക്കുന്നതായി കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്. കൗൺസിലറോടോ പരിസരവാസികളോടോ ആലോചിക്കാതെയാണ് പുനർനിർമ്മാണം നടത്തുന്നത്. പുഴയിലെ അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തുമാറ്റി ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാക്കാതെ ഗ്രൗണ്ട് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം ഡിവിഷൻ കൗൺസിലറും വ്യക്തമാക്കി. തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതിനെതിരെയും തെരുവുവിളക്ക് കത്താത്തതിനെതിരെയും ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ മൊകേരിയിൽ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് നടന്നു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുത്തിവയ്പ് നടത്തിയത്. ചർമ്മമുഴ 5ാം ഘട്ടത്തിന്റെയും 2ാം ഘട്ടത്തിന്റെയും വാക്സിനേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ മൊകേരി നിർവഹിച്ചു. പാലക്കാട് മണ്ണാർക്കാട് വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 16 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. മുഹമ്മദ് ഷഫീഖ്, ബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ചാക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വയനാട് മുത്തങ്ങയിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് പുതുപ്പാടി സ്വദേശി ഷംനാദാണ് 1.25 കിലോയോളം MDMA-യുമായി പിടിയിലായത്. പാഴ്സൽ ലോറിയിലാണ് ഷംനാദ് ലഹരി കടത്താൻ ശ്രമിച്ചത്. കൊല്ലം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. വാർഡിലെ തൊഴിലാളികൾ സമാഹരിച്ച 40,000 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പത്തനംതിട്ട തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ലോഗോ പ്രകാശന ചടങ്ങ് നിർവഹിച്ചു. ചടങ്ങ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു.